എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കവാക്കി അവനാണെങ്കിൽ രക്ഷപ്പെട്ട് അവിടുന്ന് ദൂരേക്ക് ഓടുകയാണ്. അവൻ ഓടുന്ന വഴിയിലെല്ലാം അവന്റെ കയ്യിലെ മുറിവിൽ നിന്ന് ബ്ലഡ് അങ്ങനെ ഇറ്റിറ്റ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. കവാക്കിക്കാണെങ്കിൽ എത്രയും വേഗം എന്തെങ്കിലും കഴിക്കണം എങ്കിൽ മാത്രമേ അവന്റെ ബോഡി പഴയതുപോലെ റീജനറേറ്റ് ആവൂ. വിശപ്പിലും ദാഹത്തിലും അതുപോലെ തന്നെ വേദനയിലും ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ മുൻപോട്ടേക്ക് ഓടും. അതേസമയം ക്ലാസ് റെപ്പ് പെണ്ണും അവളുടെ പെറ്റും അവർ രണ്ടുപേരും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ക്ലാസ് റെപ്പ് പെണ്ണാണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും അവൻ മിസ്സാവാനായിട്ട് പാടില്ല. ഹൊക്കാകെ ആളിവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അവനില്ലെങ്കിൽ വലിയ കുഴപ്പമാവും. ഇത്രയും വേഗം അവനെ കണ്ടെത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ ബ്ലഡ് ഡോട്ട്സ് അതിനെ ഫോളോ ചെയ്ത് അവന്റെ പിന്നാലെ പോവും. മറ്റൊരു ഭാഗത്താണെങ്കിൽ സോൾജിയേഴ്സും പോലീസും അവരെല്ലാവരും കവാക്കിയെ കണ്ടെത്താനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോയ്ക്കും ടീമിനും ആണെങ്കിൽ വല്ലാത്തൊരു പേടിയും ടെൻഷനൊക്കെ തോന്നും. കാരണം അവരുടെ ചെറിയ അശ്രദ്ധ കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. മാത്രമല്ല ക്ലാസ് റെപ്പ് പെണ്ണും അവളുടെ പെറ്റും അവർ രണ്ടുപേരെയും കാണാനില്ല. ഒരുപക്ഷെ അവള് അവന്റെ പിന്നാലെ പോയിട്ടുണ്ടാവും. അവൻ എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് അവൾക്കറിയില്ല. അവളെ കണ്ടെത്തി വേഗം തന്നെ അവളെ രക്ഷിക്കണമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ കവാക്കി അവനാണെങ്കിൽ ഒരുപാട് ടയേർഡായി ഒരു മരത്തിൽ അങ്ങനെ ചാഞ്ഞു നിൽക്കും. അവനാണെങ്കിൽ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു വില്ലേജ് കാണുകയാണ്. അവൻ പതിയെ ആ വില്ലേജിന്റെ അടുത്തേക്ക് വരും. അവിടെയാണെങ്കിൽ പോലീസ് മുഴുവനായിട്ട് റൗണ്ട് ചെയ്തിരിക്കുകയാണ്. കവാക്കിയെ കുറിച്ചാണ് അവർ അന്വേഷിക്കുന്നതെന്ന് അവന് മനസ്സിലാവും. അവൻ അവരുടെ കണ്ണിൽ പെടാതെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കും. അവന്റെ ഓപ്പോസിറ്റ് ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് ഉണ്ട്. അവൻ വായിൽ വെള്ളം ഊറി അതിലേക്ക് തന്നെ നോക്കും. ഓടിപ്പോയി അതിലൊന്നും എടുക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഷോപ്പിന്റെ തൊട്ടടുത്ത് പോലീസ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് അവിടുന്ന് കടന്നു പോകും. അടുത്തുണ്ടായിരുന്ന ഈസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ അവൻ കൈയിട്ട് വാരും. അതിൽ നിന്നൊന്നും തന്നെ അവന് കഴിക്കാനായിട്ട് കിട്ടില്ല. അവൻ ഒരുപാട് ക്ഷീണിച്ച് അവശനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഉന്തുവണ്ടിയിൽ ഒരാൾ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകുന്നത് കാണുക. ആളുടെ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഒരു ബ്രെഡിന്റെ പീസ് താഴേക്ക് വീഴും. കവാക്കിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവൻ ഓടി വന്ന് ആ ബ്രെഡ് കയ്യിലെടുക്കും. അപ്പോഴായിരിക്കും അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. അവന്റെ ഓപ്പോസിറ്റ് ഒരു പട്ടി, അതും ആ ഒരു ബ്രെഡിനെ തന്നെ ലക്ഷ്യം വെച്ചാണ് നിന്നത്. ബാക്കി അത് കഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ആ ഡോഗ് അവന്റെ നേരെ ചാടി വീഴും. അവൻ അതിനെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റ അടി. അവൻ കാണും അതിന്റെ കാലിലും പരുക്ക് പറ്റിയിരിക്കുകയാണ്. ഓ, നീയും എന്നെ പോലെ ഫുഡിന് വേണ്ടി അലഞ്ഞു നടക്കുമായിരുന്നു അല്ലേ? ഫുഡിന് വേണ്ടി അലഞ്ഞലഞ്ഞ് നിന്റെ കാലിലൊക്കെ ഒരുപാട് പരുക്ക് പറ്റിയിട്ടുണ്ടല്ലോ. അവനാണെങ്കിൽ അത്രയും പറഞ്ഞ് അവന്റെ ഒരു ഡ്രസ്സിന്റെ പോർഷൻ കീറിയെടുക്കും. അതിനുശേഷം അതിന്റെ മുറിവ് പറ്റിയ കാലില് ആ ഡ്രസ്സ് വെച്ച് കെട്ടി ആ ബന്ന് അതിനിട്ട് കൊടുക്കുകയാണ്. പട്ടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അത് ആർത്തിയോടെ ആ ബന്ന് തിന്നും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ക്ലാസ് റെപ്പ് പെണ്ണ് അവളാണെങ്കിൽ ആ വേസ്റ്റ് ബാസ്ക്കറ്റില് അവാക്കിയുടെ ബ്ലഡ് കാണും. ന്യൂ ആനിമല് അത് അവന്റെ തന്നെയാണെന്ന് ഉറപ്പിക്കും. അവൾക്ക് മനസ്സിലാവും അവൻ ഇവിടെ തന്നെ അടുത്ത് എവിടെയോ ഉണ്ട്. നമുക്ക് എത്രയും വേഗം അവനെ കണ്ടെത്തണം. അവൻ ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് പെടുന്നതിന് മുൻപ് അവനെ തിരികെ ലാബിലെത്തിക്കണം. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കവാക്കിയാണെങ്കിൽ ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞ് വീണ്ടും പതിയെ നടക്കും. അവൻ അല്പദൂരം മുൻപോട്ടേക്ക് നടക്കുമ്പോഴായിരിക്കും പുറകിൽ ആരോ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുക. അവൻ തിരിഞ്ഞു നോക്കും. മറ്റാരുമല്ല, അവൻ ഫുഡ് കൊടുത്ത അതേ ഡോഗ് അതവനെ ഫോളോ ചെയ്ത് വരികയാണ്. അവൻ കയ്യിലുണ്ടായിരുന്ന കുപ്പിയും പാട്ടയൊക്കെ അതിന് നേർക്ക് വലിച്ചെറിയും. പക്ഷെ അതാണെങ്കിൽ അവനെ വിട്ടു പോവാൻ തയ്യാറാവാതെ അവന്റെ പിന്നാലെ തന്നെ വരികയാണ്. അവൻ ഫുഡ് കൊടുത്തതിനെ നന്ദിയായി പാലൊക്കെ ആട്ടി നാക്കൊക്കെ നീട്ടി അവന്റെ പിന്നാലെ തന്നെ കൂടും. കട്ട് ചെയ്താ ഇപ്പൊ ബൊറൂട്ടോ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ കവാക്കിയെ അന്വേഷിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള ആളുകളോടെല്ലാം തന്നെ അവർ കാര്യം അന്വേഷിക്കും. അതിലൂടെ അവർക്ക് മനസ്സിലാവും അവര് കവാക്കിയും ക്ലാസ് റെപ്പ് പെണ്ണും അവരാരും തന്നെ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന്. മറ്റൊരു ഭാഗത്താണെങ്കിൽ നറൂട്ടോ അവനാണെങ്കിൽ ട്രെയിനില് സായുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കും. സായു പറയും ഒരിക്കലും ആ പയ്യൻ കവാക്കി അവൻ നിസ്സാരക്കാരനല്ല. കാറൊക്കെ അവന് ആവശ്യമുണ്ടെങ്കിൽ അവൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരാൾ തന്നെയാണ്. കട്ട് ചെയ്ത ഇവിടെ കവാക്കി ഫുഡ് കൊടുത്ത ആ ഒരു ഡോഗ് അതാണെങ്കിൽ മീറ്റ് ഷോപ്പിലേക്ക് വന്ന് ഒരു ചിക്കന്റെ പീസ് അത് കടിച്ചെടുത്ത് ക്ലാസ് റെപ്പ് പെണ്ണിന്റെ മുൻപിലൂടെ അങ്ങനെ കൊതിച്ചു പായും. ആ കടക്കാരനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ പട്ടിയെ ചീത്ത വിളിച്ച് ഇതിൽ കിട്ടിയ കത്തികളൊക്കെ വലിച്ചെറിഞ്ഞ് ആ ഡോഗിന്റെ പിന്നാലെ ഓടുകയാണ്. അവൾ ആ ഡോഗിനെ കറക്റ്റായിട്ടും ശ്രദ്ധിക്കും. അതിന്റെ കാലില് കവാക്കിയുടെ ഡ്രസ്സിന്റെ പീസ് അതവൾ കാണുകയാണ്. അവൾക്ക് കാര്യം പിടികിട്ടും. ഉടനെ അവൾ ആ കടക്കാരന്റെ മുൻപിലേക്ക് വന്ന് ആ ഡോഗിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആളോട് റിക്വസ്റ്റ് ചെയ്യും. കടക്കാരനാണെങ്കിൽ അവൾ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ അവളെ തട്ടിത്തെറിപ്പിച്ച് പട്ടിയുടെ പിന്നാലെ പോവും. ഡോഗ് ആണെങ്കിൽ തളർന്ന അവശനായി കിടക്കുന്ന
കവാക്കിയുടെ അടുത്തേക്ക് ആ ഒരു മീറ്റ് പീസുമായിട്ട് എത്തും. കവാക്കി ആ കാഴ്ച കണ്ട് ഞെട്ടും. അവനിപ്പോ അതിനോട് ഒരുപാട് സ്നേഹം തോന്നും. പക്ഷേ അടുത്ത നിമിഷം ആ ഷോപ്പ് ഓണർ അവിടേക്ക് പാഞ്ഞു വന്ന് ഒരു കത്തി എടുത്ത് ആ ഡോഗിന്റെ നേർക്ക് വലിച്ചെറിയാണ്. ആ കത്തി അതിന്റെ ബോഡിയിൽ കുത്തിക്കയറി അതങ്ങനെ താഴേക്ക് വീഴും. കവാക്കിക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കാനാവില്ല. അവൻ കയ്യിൽ പവർ കൊണ്ടുവന്ന് ചുമരിലൊരൊറ്റ അടി. അത് കണ്ട് പേടിച്ച ആ ഷോപ്പ് ഓണർ ആണെങ്കിൽ അവിടുന്ന് ഓടിപ്പോവാണ്. അടുത്ത നിമിഷം നമ്മുടെ ക്ലാസ് റെപ്പ് പെണ്ണും നോയി ആനിമലും രണ്ടുപേരും അവിടേക്ക് എത്തും. അവരെ കണ്ട് കവാക്കി ഷോക്കാവും. അവള് കവാക്കിയോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ആദ്യം ഈ ഡോഗിനെ അതിനെ സേവ് ചെയ്യണമെന്ന് പറയും. അവളാണെങ്കിൽ ഉടനെ ആ ഡോഗിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ഒരു ഹീലിംഗ് സ്പ്രേ ഇപ്പൊ ആ ഡോഗിന് നേരെ പ്രയോഗിക്കുകയാണ്. കവാക്കി ആണെങ്കിൽ ഒരുപാട് ടെൻഷനോട് കൂടെ ആ ഡോഗിനെ തന്നെ നോക്കും. അതിനവള് പറയും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നിഞ്ച ടൂൾ സ്പ്രേ ആണ്, പെട്ടെന്ന് തന്നെ അവൻ ഹീലാവെന്ന് പറയും. അവളത് പറഞ്ഞു തീരേണ്ട താമസം ഡോഗ് ആണെങ്കിൽ ഉഷാറായിട്ട് ചാടി എഴുന്നേറ്റ് ഇപ്പൊ പഴയതുപോലെ ഓടാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് കവാക്കി ഇപ്പൊ അതിനെ ദൂരേക്ക് ഓടിച്ചു വിടും. കവാക്കി ആണെങ്കിൽ അവളെ നോക്കും. നീ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കുമെന്നോ നിന്റെ കൂടെ വരുമെന്നോ നീ കരുതണ്ട. ആസിറപ്പ് പെണ്ണാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ അവന്റെ ബോഡിയിലെ പരുക്ക് അത് ചെക്ക് ചെയ്യും. അതാണെങ്കിൽ കുറേശ്ശെ ഓട്ടോമാറ്റിക് ആയിട്ട് ഹീലാവുകയാണ്. അതുകൊണ്ട് അല്പനേരം ഷോക്കായിട്ട് അവൾ അതിലേക്ക് തന്നെ നോക്കും. കവാക്കി അവൻ ചുറ്റും നോക്കും. അവന്റെ തൊട്ടു മുൻപിൽ തന്നെ ആ ഡോഗ് അവിടേക്ക് കൊണ്ടുവന്ന മീറ്റ് പീസ് ഉണ്ട്. അവനത് കുറേശ്ശെ എടുത്ത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ അവന് കുറച്ച് ഇഷ്ടമാവും. അവൻ അങ്ങനെ അത് കഴിക്കും. ആസിറപ്പ് പെണ്ണാണെങ്കിൽ ഇപ്പൊ പതിയെ അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ആക്ച്വലി ഞങ്ങൾ ആരും നിന്റെ ശത്രുക്കളല്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇവിടം വരെ കടന്നു വന്നതെന്ന്. നിന്നെ കാണാനും നിന്നെ സഹായിക്കാനും ഞങ്ങളുടെ എല്ലാവരുടെയും ലീഫ് വില്ലേജിന്റെ ഹൊക്കാകെ ആള് ലാബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദയവ് ചെയ്ത് നീ ഞങ്ങളോടൊപ്പം വരണം. ഓക്കെയാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ എവിടേക്കും വരില്ല. എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവർക്കും എൻ്റെ എബിലിറ്റിയും കുറവാണ് ആവശ്യം. നിങ്ങളും ആ കാറെ പോലെ തന്നെയാണ് എന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരു വെസലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതിന് ക്ലാസ് റെപ്പ് പെണ്ണാണെങ്കിൽ അവനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, ഞങ്ങൾ ആരും അങ്ങനെയുള്ള ആൾക്കാരല്ല. അവളാണെങ്കിൽ അവളുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അത് അവനോട് പറയും. ആക്ച്വലി എൻ്റെ പപ്പ എന്നെയും ഒരു ടൂളായിട്ടാണ് ഉപയോഗിച്ചത്. അതിനുശേഷം ബൊറൂട്ടോ ടീമാണ് എന്നെ ഇപ്പോഴുള്ള ഞാനാക്കി മാറ്റിയത്. അവക്കാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയില്ല. പക്ഷെ അവനിപ്പോ നല്ല രീതിയിൽ ടയർഡാണ്. ഉടനെ അവള് ഒരു ഇഞ്ചക്ഷൻ പുറത്തേക്ക് എടുക്കും. ഇതൊരു ന്യൂട്രീഷൻ ഇഞ്ചക്ഷൻ ആണ്. ഇത് വെക്കുകയാണെങ്കിൽ നിന്റെ ടയർഡ്നെസ് എല്ലാം തന്നെ മാറും. അത് കാണേണ്ട താമസം കലിയിളകിയ അവനങ്ങനെ ചാടി വന്ന് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ബൊറൂട്ടോ ടീമും പോലീസുകാരും അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ അവരെ വളഞ്ഞിരിക്കുകയാണ്. കവാക്കി ആണെങ്കിൽ കൺട്രോൾ പോയി അവളോട് പറയും, ഓ അപ്പൊ നിന്റെ പ്ലാൻ ഇതായിരുന്നല്ലേ, ഇത്രയും നേരവും എന്നെ ഇവിടെ പോസ്റ്റാക്കി എന്നെ ലോക്ക് ചെയ്യുക എന്നതായിരുന്നല്ലേ നിന്റെ ഉദ്ദേശം ചോദിച്ച് അവനാണെങ്കിൽ അവളെയും നോയി ആനിമലിനെയും ആട്ടിച്ച് താഴെയിട്ട് അവിടുന്ന് ഓടും. ബൊറൂട്ടോ ആണെങ്കിൽ ക്ലാസ് റെപ്പിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ബാക്കിയുള്ളവരോട് കവാക്കിയെ അവനെ ഫോളോ ചെയ്യാനായിട്ട് പറയും. അതേസമയം കവാക്കി അവനവന്റെ കൈ ഒരു മോൺസ്റ്ററിനെ പോലെ ആക്കി മാറ്റി ചുറ്റുമുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സിനെ അവരെല്ലാം തന്നെ തകർത്തെറിയും. കറക്റ്റ് സമയമായിരിക്കും നറൂട്ടോയും സായിയും അവർ ആ സിറ്റിയിലേക്ക് വരിക. അവിടെയുള്ള ജനങ്ങളെല്ലാവരും പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടുന്ന കണ്ട നറൂട്ടോ അവൻ ദൂരത്ത് നിൽക്കുന്ന ബൊറൂട്ടോയെ കണ്ട് അവന്റെ അടുത്തേക്ക് വന്ന് കാര്യം തിരക്കും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം നറൂട്ടോട് പറയും. ഉടനെ ക്ലാസ് റെപ്പ് പെണ്ണാണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് അവനെ ഒന്നും ചെയ്യരുത്. ആക്ച്വലി അവനെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. എന്നെ പോലെ തന്നെ അവനെയും ആരോ യൂസ് ചെയ്യാണ്. ഉടനെ നറൂട്ടോ ആണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് ആയുവായി ഇപ്പൊ കവാക്കി അന്വേഷിച്ച് കടന്നു പോവും. അതേസമയം മറ്റൊരു ഭാഗത്താണെങ്കിൽ കവാക്കി അവന്റെ കർമ്മ പവർ ഉപയോഗിച്ച് ചുറ്റും ഉണ്ടായിരുന്ന പോലീസുകാരെ തകർക്കും. അടുത്ത സെക്കൻഡ് സാക്ഷാൽ നറൂട്ടോ അവൻ സേജ് പവറുമായിട്ട് കവാക്കിയുടെ അടുത്തേക്ക് ചാടിയത്. കവാക്കി ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോ ഇട്ടിക്കാൻ അവന്റെ നേർക്ക് കൈ ഓങ്ങും. അടുത്ത നിമിഷം നറൂട്ടോ അവന്റെ കൈ ക്യാച്ച് ചെയ്ത് അവന് മേലെ ഒരു പവർ അപ്ലൈ ചെയ്യാണ്. സെക്കൻഡുകൾ കൊണ്ട് അവൻ അൺകോൺഷ്യസ് ആയി അങ്ങനെ വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വി. കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ലവ് എപ്പിസോഡ്.